ചോറിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കത്രിക്ക കറി ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമേ. അപ്പോൾ കത്രിക്ക ഞാൻ ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ അതിൻ്റെ കളറ് മാറും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരു പാത്രം ചൂടാകുമ്പോൾ ഉലുവ, കടുക്, പിന്നെ കുറച്ച് അതായത് 1 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ ഉലുവയും കടുകൊക്കെ പൊട്ടി വരുന്നോടെ വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കായപ്പൊടി ചേർക്കുന്നത് വയറിന് വേദനയും അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വന്നിട്ട് നമ്മൾ സാധാ കടുക് പൊട്ടിക്കുന്ന പോലെ തന്നെ കുറച്ച് വറ്റൽമുളകും, അതേപോലെ തന്നെ 1 പിടിയോളം കറിവേപ്പിലയും, പിന്നെ നമുക്ക് വേണ്ടത് 1 പിടിയോളം സബോളയും എരിവിനാവശ്യമായ പച്ചമുളകും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു കത്രിക്ക ഉണ്ടല്ലോ, അപ്പോൾ അത് ചെറിയ പീസുകളാക്കി അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്. വെള്ളം വാർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കത്രിക്ക മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ അടിയിലൊന്ന് പിടിച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് പെട്ടെന്ന് വഴണ്ടി വരും കേട്ടോ. അപ്പോൾ അതിനുള്ളിലേക്ക് നമ്മൾ ഒരു 2-3 ചെറിയ ഉള്ളിയും കൂടെ നമ്മൾ അരിയാണ്ട് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് വാളംപുളി, ഇതേപോലെ ചൂടുവെള്ളത്തിനകത്താക്കി വെച്ചിട്ട് നമ്മളതിൻ്റെ നന്നായിട്ട് പിഴിഞ്ഞ് ആ ഒരു വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല ഏകദേശം ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഞാനിവിടെ ആഫ്രിക്കൻ മല്ലിയിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് നല്ലവണ്ണം ഇതെല്ലാം കൂടെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാവേ. കാരണം നമ്മൾ ഓരോ പൊടി ഇട്ട് കഴിയുമ്പോഴും ഇളക്കി കൊടുക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ എല്ലാ ഭാഗത്തും എത്തുകയില്ല. അപ്പോൾ ഇത് കുറച്ച് കാശ്മീരി മുളക് പൊടിയും നല്ല മുളക് പൊടിയും കൂടി ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് എല്ലായിടത്തും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഈ സമയത്താണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പുളിവെള്ളം ഇട്ട് കൊടുത്തിട്ട് ആ പുളിവെള്ളത്തിലാണ് കേട്ടോ ഈ ഒരു കറി വന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ കുറുക്കി ആ ഒരു പുളിവെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞ് ആ പുളിയും എല്ലാം കൂടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം നമ്മൾ കുറച്ച് ശർക്കര, അതായത് മധുരത്തിന് വേണ്ടിയിട്ടാണ്, കാരണം ഈ ഒരു കറി കുറച്ച് മധുരം, പുളി, എരിവ് അങ്ങനെയാണ് കേട്ടോ വരിക. അതിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മതി. അപ്പോൾ അടിപൊളിയായിട്ട് കത്രിക്ക കറി ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അടിപൊളിയാണ്, ചപ്പാത്തിക്കും ചോറിനൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ.